ഏകദേശം ഒരു മാസം മുൻപ് കൊച്ചി കലാഭവൻ റോഡിന് സമീപത്ത് റെയിൽവേ മേൽപ്പാലത്തിനോട് ചേർന്ന് ആൾപ്പാർപ്പില്ലാത്ത ക്വാർട്ടേഴ്സിൽ ഒരു ചെറുപ്പക്കാരനെ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. കാഞ്ഞിരപ്പള്ളി സ്വദേശി അഭിജിത്തിനെ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. കൊല്ലം തൊടിയൂർ സ്വദേശി മുഹമ്മദ് അലിയെ തിരുനെൽവേലിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കം ഈ അരും കൊലയിലെത്തിയെന്നാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ഡിസംബർ 5-നാണ് കാഞ്ഞിരപ്പള്ളി വട്ടക്കിപ്പാറ സ്വദേശി അഭിജിത്ത് വിനീഷിനെ എറണാകുളം നോർത്ത് കലാഭവൻ റോഡിന് സമീപം റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഥമദൃഷ്ടിയാൽ തന്നെ കൊലപാതകമെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. നോർത്ത് റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് നിന്ന് അഭിജിത്തും മുഹമ്മദ് അലിയും കലാഭവൻ റോഡ് വഴി കൊലപാതകം നടന്ന വീട്ടിലേക്ക് നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇയാളുടെ ട്രാക്ക് റെക്കോർഡുകൾ കൂടുതൽ പരിശോധിച്ചപ്പോൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നും മുഹമ്മദ് അലിയെ 2025 സെപ്റ്റംബറിൽ നോർത്ത് മേൽപ്പാലത്തിന് സമീപം യുവാക്കളെ കവർ ചെയ്ത കേസിൽ നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തതായും കണ്ടെത്തി. കുപ്രസിദ്ധ കുറ്റവാളി കൊടിമരം ജോസിന്റെ കൂട്ടാളി കൂടിയാണ് മുഹമ്മദ് അലി എന്ന പോലീസിന് മനസ്സിലായി. ഇയാൾക്കായി പലയിടത്തായി പോലീസ് അന്വേഷണം നടത്തി. മൊബൈൽ ഫോണുകളും മറ്റും നശിപ്പിച്ചാണ് ഇയാൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ ഒളിവിൽ കഴിഞ്ഞത്. സംഭവ ദിവസം ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പിന്നീടത് കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. അഭിജിത്തിന്റെ നെഞ്ചിൽ കത്തികൊണ്ട് കുത്തിയ പാടുകളും തലയ്ക്ക് കല്ലുകൊണ്ട് അടിയേറ്റ ക്ഷതങ്ങളും ഉണ്ടായിരുന്നു. അഭിജിത്തിന്റെ മരണം ഉറപ്പായതോടെ ഇയാൾ കടന്നുകളയുകയും ചെയ്തു. ഒരു മാസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് എറണാകുളം സെൻട്രൽ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ മുഹമ്മദ് അലിയെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.